സ്പോർട്സ് പിച്ചിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും നാടകീയവും ഒപ്പം വിവാദഭരിതവുമായ ഒരു മത്സരത്തിനാണ് 2026 ഫിഫ ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടർ വേദിയായത്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തും തമ്മിൽ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടം വെറും ഒരു മത്സരമായിരുന്നില്ല, മറിച്ച് മൈതാനത്തും പുറത്തും കനൽ കോരിട്ട ഒരു യുദ്ധമായിരുന്നു. ഒടുവിൽ 2-3 ഗോളുകൾക്ക് അർജന്റീന നാടകീയ വിജയം നേടി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയെങ്കിലും മത്സരത്തിന് പിന്നാലെ ഉയർന്ന റെഫറിംഗ് വിവാദം ലോകകപ്പിൻ്റെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. മത്സരത്തിലെ നിർണായക തീരുമാനങ്ങളെല്ലാം അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നുവെന്ന് ആരോപിച്ച് ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസൻ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷനായ ഫിഫയ്ക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. ടൂർണമെൻറ്റിൻ്റെ വ്യാപാരമൂല്യം നിലനിർത്താനും ലയണൽ മെസ്സിയെയും അർജന്റീനയും ലോകകപ്പിൽ നിലനിർത്താനും ഫിഫ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയുടെ ഭാഗമായിരുന്നു റഫറിയുടെ തീരുമാനങ്ങളെന്നാണ് ഈജിപ്തിൻ്റെ ആരോപണം. മത്സരത്തിൻ്റെ തുടക്കം മുതൽ അർജന്റീനയെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഈജിപ്ത് കാഴ്ചവെച്ചത്. ലോക ചാമ്പ്യന്മാരുടെ പ്രതിരോധ കോട്ടയെ അപ്രസക്തമാക്കിക്കൊണ്ട് യാസർ ഇബ്രാഹിമും മുസ്തഫ സിക്കോയും ഈജിപ്തിനായി ഗോളുകൾ നേടി. 2 ഗോളിൻ്റെ വ്യക്തമായ ലീഡ് സ്വന്തമാക്കിയ ഈജിപ്ത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയത്തിൻ്റെയും ക്വാർട്ടർ ഫൈനൽ പ്രവേശനത്തിൻ്റെയും വക്കിലായിരുന്നു. അർജന്റീന ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകുമെന്ന ഘട്ടത്തിലാണ് കളിയിലെ നാടകീയ നിമിഷങ്ങൾ അരങ്ങേറുന്നത്. മത്സരത്തിൻ്റെ അവസാന 12 മിനിറ്റുകളിലും ഇഞ്ചുറി ടൈമിലുമായി അർജന്റീന ഈജിപ്ഷ്യൻ പ്രതിരോധത്തെ നിലംപരിശാക്കി. ക്രിസ്ത്യൻ റമോറോയിലൂടെ അർജന്റീന ആദ്യ ഗോൾ മടക്കി പ്രതീക്ഷ നിലനിർത്തി. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ അർജന്റീന സമനില ഗോൾ 2-2 കണ്ടെത്തി. ഒടുവിൽ ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷങ്ങളിൽ എൻസോ ഫെർണാണ്ടസ് നേടിയ മിന്നും ഗോളിലൂടെ അർജന്റീന 3-2 അതിശയകരമായ വിജയം ആഘോഷിക്കുകയായിരുന്നു. എൻസോ ഫെർണാണ്ടസിൻ്റെ വിജയഗോൾ പിറന്നതിന് പിന്നാലെ ഈജിപ്ത് ഡഗ്ഔട്ടിൽ വൻ പ്രതിഷേധമാണ് അണപൊട്ടിയൊഴുകിയത്. കളി നിയന്ത്രിച്ച ഫ്രഞ്ച് റഫറി ഫ്രാൻസോ ലെറ്റേസിയോട് മോശമായി പെരുമാറിയതിനും കടുത്ത ഭാഷയെ പ്രതിഷേധിച്ചതിനും ഈജിപ്തിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ച് സൗഫാൻ എൽ സഗീറിന് റഫറി ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കി. റഫറിയെ നേരിടാൻ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത പരിശീലകൻ ഹൊസാം ഹസനെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് സ്റ്റാഫുകളും ചേർന്നാണ് കഷ്ടിച്ച് പിന്തിരിപ്പിച്ചത്. അർജന്റീനയുടെ വിജയഗോളിന് തൊട്ടു മുമ്പ് ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സാലെ അർജന്റീനയുടെ ജൂലിയൻ അൽവാരസ് പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് വീഴ്ത്തിയിരുന്നു. വ്യക്തമായ പെനാൽറ്റി ലഭിക്കേണ്ട സാഹചര്യമായിരുന്നിട്ടും റഫറി അത് അനുവദിച്ചില്ല. ഈ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് അർജന്റീന കൗണ്ടർ അറ്റാക്കിലൂടെ വിജയഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ ഈജിപ്ത് നേടിയ മനോഹരമായ ഒരു ഗോൾ വാർ പരിശോധനയ്ക്ക് ശേഷം ഫൗൾ ചൂണ്ടിക്കാട്ടി റഫറി റദ്ദാക്കിയിരുന്നു. ഈ തീരുമാനം മത്സരത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. മുഹമ്മദ് സാല മികച്ച ഒരു സ്കോറിംഗ് അവസരവുമായി മുന്നേറവെ റഫറി ഫൗൾ വിളിച്ച് കളി തടസ്സപ്പെടുത്തിയതും ഈജിപ്ഷ്യൻ ക്യാമ്പിൽ വലിയ അമർഷത്തിന് കാരണമായി. മത്സരശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ കടുത്ത ഭാഷയിലാണ് ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസൻ പ്രതികരിച്ചത്. മൈതാനത്ത് കൈകൾ കൊണ്ട് ടി ആകൃതിയിലുള്ള ആംഗ്യം കാട്ടിയാണ് അദ്ദേഹം തൻ്റെ പ്രതിഷേധം അറിയിച്ചത്. ഫുട്ബോളിൽ ഇന്ന് നീതി ലഭിച്ചില്ല. ലോക ചാമ്പ്യന്മാർ ടൂർണമെൻറ്റ് തുടരണമെന്ന് ചില ഭാഗ്യശക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. ടൂർണമെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ നിലനിർത്താനും ലയണൽ മെസ്സി ലോകകപ്പിൽ തുടരാനും വേണ്ടിയാണ് റഫറിമാർ അർജന്റീനയ്ക്ക് അനുകൂലമായി തീരുമാനങ്ങളെടുത്തത്. ഈ മത്സരത്തിൻ്റെ റഫറി നിയമനത്തിൻ്റെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. മത്സരത്തിൽ ആഭ്യന്തരവും ബാഹ്യവുമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, ഹൊസാം ഹസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഈജിപ്ഷ്യൻ യുവതാരം മുസ്തഫ സിക്കോ മത്സരശേഷം വികാരത്തിനായാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. റഫറിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളെയാണ് തകർത്തത്. ഈ മത്സരത്തിലെ വിജയിയെ നേരത്തെ തന്നെ ഫിഫ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്, സിക്കോ പറഞ്ഞു. വിവാദം കടുത്തതോടെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ കടുത്ത വിമർശനങ്ങൾക്ക് ഇരയാവുകയാണ്. അർജന്റീനയുടെ മുൻ മത്സരങ്ങൾക്ക് ശേഷം ഇൻഫാന്റിനോ നടത്തിയ അമിത ആഘോഷങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഫിഫയ്ക്കും മെസ്സിയോടും അർജന്റീനയോടും പ്രത്യേക താല്പര്യമുണ്ടെന്ന് ആരാധകർ ആരോപിക്കുന്നു. കൂടാതെ വരാനിരിക്കുന്ന ഫ്രാൻസ് മൊറോക്കോ ക്വാർട്ടർ ഫൈനലിൽ ഒഫീഷ്യൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ വിവാദങ്ങളും കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. സാലയെ ബോക്സിൽ വീഴ്ത്തിയതിന് പെനാൽറ്റി നൽകിയില്ല. മത്സരത്തിന് മനഃപൂർവ്വം ഒത്തുകളി നടന്നതിന് യാതൊരു തെളിവുകളുമില്ല. ആദ്യ പകുതിയിലെ ഗോൾ വാറിലൂടെ റദ്ദാക്കിയത് അനീതിയാണ്. ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് ലഭിച്ച പെനാൽറ്റി മെസ്സി നഷ്ടപ്പെടുത്തിയിരുന്നു. മെസ്സിയെ നിലനിർത്താൻ ഫിഫ ഇടപെടുന്നു. അവസാന നിമിഷങ്ങളിൽ അർജന്റീന താരങ്ങൾ പുറത്തെടുത്ത മികച്ച കളി മികവാണ് വിജയത്തിന് കാരണം. ഫിഫയോ മത്സരത്തിലെ റഫറിമാരോ മനഃപൂർവ്വം അർജന്റീനയെ ജയിപ്പിക്കാൻ ഒത്തുകളിച്ചുവെന്ന ആരോപണത്തിന് നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ട ഔദ്യോഗിക തെളിവുകളൊന്നുമില്ല. ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ലഭിച്ച ഒരു പെനാൽറ്റി ലയണൽ മെസ്സിക്ക് ഗോളാക്കാൻ സാധിക്കാതെ പോയത് ഒത്തുകളി വാദങ്ങളുടെ മൂർച്ച കുറിക്കുന്നുണ്ട്. എന്തായാലും ഈ വലിയ വിവാദങ്ങൾ പുകയുന്നതിനിടയിലും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ലോകകപ്പിൻ്റെ ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ സ്വിറ്റ്സർലൻഡിനെയാണ് അർജന്റീന ഇനി നേരിടാൻ ഒരുങ്ങുന്നത്.
കനത്ത വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന അർജന്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനൽ മത്സരം കൂടുതൽ കടുപ്പമേറിയതുമെന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.